ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ തോരനാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം. ഞാൻ ചെറുപയർ 1 കപ്പ് 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കുതിർത്താൻ പാടില്ല. പിന്നെ 1 കപ്പ് ചെറിയ തേങ്ങ, പിന്നെ 4 പച്ചമുളക്, പിന്നെ 3-4 കൊളുന്ത് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ചെറിയുള്ളി ഒരു 5-6 ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ചെറുപയർ അതിലേക്ക് ഇടുക. എന്നിട്ട് 1 കപ്പ് അല്ലെ 1.5 കപ്പ് വെള്ളം, അത് മുങ്ങുന്ന അത്രയും മതി വെള്ളം, അതിലേക്ക് ഒഴിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരുത്തിക്കുക. അധികം വേവരുത്, വെന്തടിയരുത്. ഈ സമയം നമ്മൾ മിക്സിയിൽ തേങ്ങ ഒതുക്കിയെടുക്കും. അപ്പം കറിവേപ്പിലയും പച്ചമുളകും ചെറിയുള്ളിയും, പിന്നെ 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് പൾസ് മോഡിൽ മിക്സിയിൽ ഒതുക്കിയിട്ടെടുക്കുക. അരയ്ക്കരുത്, അത് ഒതുക്കിയെടുക്കണം. 2-3 പൾസ് അടിച്ചാൽ മതി. പിന്നെ ഒരു പാൻ ചൂടാക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പം കടുക് 1 ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കുക. അത് പൊട്ടി വരുമ്പോൾ ഒരു 4 വറ്റൽമുളക് ഇടുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ ഊറ്റിയിട്ട്, വെള്ളത്തോടെ കൂടി ഒഴിക്കാൻ പാടില്ല, ഊറ്റിയിട്ട് വെള്ളം മാറ്റിയിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അത് ഡ്രൈ ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് 5 മിനിറ്റ് വീണ്ടും അത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളം തീയിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ തോരൻ റെഡിയായി. ഇത് കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ല സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. Thank you for watching. Please like, comment, share and subscribe. Thank you again.